ഈ വഖഫ് നിയമ ഭേദഗതി ഇപ്പോൾ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതിയും അതിൻ്റെ പിന്നിലൊക്കെ കൃത്യമായ BJP RSS അജണ്ടയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു സമൂഹത്തെ അന്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണ് അതിൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുകയും ആ സ്വത്തുക്കളുടെ മേൽ ആർക്കും അവകാശവാദം ഉന്നയിക്കാവുന്നതുപോലെയുള്ള ചട്ടങ്ങളൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ വർഷങ്ങളായി ഇതിൻ്റെ ദുരുപയോഗം നടത്തുന്നതും ഇത് വിറ്റ് തിന്നുന്നതിലും ഈ സമുദായത്തിനും ഒരു പങ്കുണ്ട്. ഈ സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാത്ത എന്തൊക്കെയോ ആണെന്ന് അവകാശപ്പെട്ട ഒരു കൃസംഗി ഇരുന്ന് എന്തൊക്കെയോ അങ്ങ് അടിച്ച് തകർത്ത് വിടുന്നുണ്ട്. ഒരു പുല്ലും പിണ്ണാക്കും നിയമത്തെക്കുറിച്ചോ നീതി നിർവഹണത്തെക്കുറിച്ചോ ഒരു ബില്ലുണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചോ ഇയാൾക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഞാൻ ഒരു പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞതധികവും ഈ സമുദായം ചെയ്ത കാര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ചില സംഗതികളുമാണ്. യഥാർത്ഥത്തിൽ ഈ കൃത്യമായ നിയമഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതുപോലെ തന്നെ ഇനി പറയാത്ത വിഷയങ്ങളും മറ്റൊരു വീഡിയോയിൽ പറയാം. ഏതായാലും ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അസത്യമായ പച്ചക്കള്ളമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും ഹിന്ദു സമുദായത്തിലെ സഹോദരന്മാരെക്കാൾ അല്ലെങ്കിൽ സംഘപരിവാർ കുടുംബത്തെക്കാൾ വളരെ ആസൂത്രിതമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃസംഗികളെന്ന് വിളിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ പറയുന്ന മറുപടി അവർക്കുള്ളതാണ്, എന്നെ കേൾക്കുന്നവർക്ക് മാത്രമല്ല. സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന എയർഫോഴ്സിൽ 10-20 വർഷക്കാലം ജോലി ചെയ്തെന്ന് അവകാശപ്പെടുന്ന, പിന്നീട് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത് നിയമപരമായ വിഷയങ്ങളിൽ ഒരു വലിയ പരിജ്ഞാനം നേടിയെന്ന് പറയുന്ന ഒരാൾ ആ ആമുഖത്തോടു കൂടി പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ, അസത്യം നിറഞ്ഞ, ഒരു സത്യവുമില്ലാത്ത, എങ്ങനെയെന്ന് വെച്ചാൽ ഒരാൾ പേപ്പർ വിരിച്ച് ഒരു ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി, അത് മനോരമ പത്രമായതുകൊണ്ട് ഭാര്യയെ വിളിക്കുമ്പോൾ ഞാൻ മനോരമയിൽ കിടന്നുറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും നിയമപുസ്തകം എവിടെയെങ്കിലും ഇരുന്നപ്പോൾ ഈ ഇവിടെ വെക്കുകയോ കാലിൽ വെക്കുകയോ പുറത്തു വെക്കുകയോ തലയിൽ വെക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ വലിയ നിയമപരിജ്ഞാനമുള്ള ആളാണെന്നുള്ള നിലയിൽ യാതൊരു നിയമവും യാതൊരു വസ്തുതയും അറിയാത്ത അസത്യങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിനുകൂടി മറുപടി പറയുക, അല്ലെങ്കിൽ അതിന് മറുപടി എൻ്റെ ഭേദഗതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുജാത് സാർ സംസാരിക്കും, അതിനുകൂടി മറുപടി പറയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വിഷയത്തെ ഇവിടെ വന്ന് സംസാരിക്കണമെന്നും, ഒപ്പം എനിക്കറിയാം ഇത് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചാൽ വലിയ വർഗ ബഹുജന മുന്നേറ്റമൊന്നും ഉണ്ടാവില്ല, കുറച്ച് പാവങ്ങളായ ആളുകളെ ഉണ്ടാവുന്നു. എന്നാലും അതിനോട് ഈ സംഘടനയ്ക്കും ജലീലിക്കായ്ക്കും തോന്നിയ ഒരു ആത്മാർത്ഥത കല്യാണ വീട്ടിൽ വെച്ചും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വിഷയത്തെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യാവസാന പ്രതി അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന, 5 നേരവും നമസ്കരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന, നിസ്കാരത്തഴമ്പുള്ള ഈ സമുദായത്തിൻ്റെ മേലാണ് ഈ വഖഫ് വസ്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെടുന്നതിൻ്റെയും കച്ചവടം നടത്തുന്നതിൻ്റെയും പ്രധാന ഉത്തരവാദി എന്നുള്ള കാര്യം അടിവരയിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇപ്പോൾ ആമുഖമായി ജലീലിക്ക സൂചിപ്പിച്ചതുപോലെ ഇത് RSSകാർക്ക് BJPക്കാർക്ക് എടുത്തുകൊണ്ട് പോകാനായി അവർ നടത്തുന്ന ആത്മാർത്ഥമായ സംഗതി എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ സമുദായത്തിലെ കച്ചവടക്കാരായ തൊപ്പിയും താടിയും വെച്ച, അള്ളാഹുവിനെ ഭയമില്ലാത്ത, ഏതെങ്കിലും പദവിയിൽ കയറിയിരുന്നാൽ കിട്ടുന്ന വിലയ്ക്ക് എവിടെയാണോ വസ്തു വിൽക്കാൻ കഴിയുന്നത് അത്തരം വസ്തു ബ്രോക്കർമാരുടെ ജുമാ കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന് വസ്തുവിൻ്റെ കാശ് കൈമാറ്റം ചെയ്ത് അള്ളാഹെ പിടിച്ച് കള്ളയാണ ഇടുന്ന കള്ളന്മാരുടെ ആ കള്ളത്തരങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ വഴിക്ക് വേണ്ടി വഖഫ് ചെയ്ത വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വല്ലാഹ് സത്യം ഈ 1995 അടക്കമുള്ള ഭേദഗതികൾ ഈ സമുദായം, ഈ രാഷ്ട്ര നേതാക്കൾ കൊണ്ടുവന്നത്. 7,40,000 വഖഫുകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 49,000 വഖഫുകളുണ്ട്. ഈ വഖഫുകളൊക്കെയും അള്ളാഹയെ ഭയമുള്ള നല്ല വിശ്വാസികളായ മനുഷ്യർ ഒരു കാലത്ത് പടച്ചവനെ ഭയന്ന് നമ്മുടെയൊന്നും കൂട്ട് വേലയും ന്യായവും ഒന്നും ഇറക്കി എന്തെങ്കിലും പേരിന് അങ്ങോട്ട് വെച്ച് ഏതെങ്കിലും പള്ളിയിൽ കയറിയിരുന്ന് ഒട്ടിക്കുന്നവർ ചെയ്തതല്ല. ഇന്ന് ഞാൻ PV അൻവർ MLA ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ PV അൻവർ MLA വാപ്പ PV മുഹമ്മദ് ഖാജി 65 ഏക്കർ വസ്തു നിലമ്പൂരിൽ ഈ പറഞ്ഞ വഖഫ് സ്വത്തായിട്ട് കൊടുത്തതാണ്. ചേറായിയിൽ ഇന്ന് സംസാരിക്കുന്ന കൃസംഗികളായ ആളുകളൊക്കെ വലിയ ബഹളം വെക്കുന്ന, ഞങ്ങളുടെ ആളുകളെല്ലാം താമസിക്കുന്ന സ്ഥലം മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറയുന്ന ആ സ്ഥലം 405 ഏക്കർ വിശ്വാസിയായ ഒരാൾ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ പ്രശസ്തമായ ആ ട്രസ്റ്റിന് വഖഫ് ചെയ്ത വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വസ്തുക്കളൊക്കെയും ആരിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ജലീലൊക്കെ പറഞ്ഞാലൊരു തെറ്റുണ്ട്. നമ്മൾ തെറ്റായ സന്ദേശം കൊടുക്കരുത്. റെയിൽവേക്കാൾ വലിയ സമ്പന്നമാണ് വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലൊന്നാണ്.
ഇത് ചെറിയ 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 പള്ളികളും അടങ്ങുന്ന ഓരോ സ്ഥലങ്ങളിലെയും ചെറിയ ചെറിയ വസ്തുക്കൾ ചേർത്ത് വെക്കുന്ന സ്ഥലമാണ്. നമ്മളൊരു ഓണറല്ല. വഖഫിൻ്റെ വഖഫ് ബോർഡോ വഖഫ് ട്രൈബ്യൂണലോ വഖഫ് വസ്തുവിൻ്റെ അവകാശിയല്ല, ഓണറല്ല. അവരെല്ലാം സൂക്ഷിപ്പുകാരാണ്. ജമാഅത്ത് പരിപാലന കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവൻ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പടച്ചവന് വേണ്ടി നൽകുന്ന വസ്തു അത് പരിപാലിക്കുന്ന കമ്മിറ്റി മാത്രമാണിത്. എന്നാൽ ഈ വഖഫ് വസ്തുക്കൾ പല ഘട്ടങ്ങളിലായി പലർക്കും മറിച്ചു വെക്കുകയും തിരിച്ചു വെക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഈ താലൂക്കിൽ തന്നെ സ്വന്തം വാപ്പ മരിച്ച് കബറടങ്ങാൻ വേണ്ടി കൊടുത്ത 5-6 സെൻറ്റ് വഖഫ് വസ്തു ആ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് പ്രമാണം വാങ്ങിച്ചു കൊണ്ടുപോയി അത് റദ്ദ് ചെയ്ത് അവിടെ വഞ്ചിപ്പാട്ടയിൽ കിട്ടുന്ന വരുമാനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് വലിയൊരു മൊലിയാരുടെ മോനാണ്. സമുദായം അത് പൂട്ടിവെച്ചേക്കുക, പുറത്ത് പറയാതെ. ഞാനും ആ പേര് പുറത്ത് പറയുന്നില്ല. ഇപ്പോൾ ഒരു ഘട്ടം വന്നാൽ ഞാൻ പറയും, ഇല്ലേ? അൻവർ പറയുന്ന പോലെ തീ ആവണമെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ തീയായി സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് നിയമം, അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു വിശ്വാസിയായ മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ മുതൽ ഇത്രയും സൂക്ഷ്മതയുള്ളതായതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ അല്പം പോലും മോഷ്ടിക്കില്ല എന്ന് പറയുന്ന ഒരു ഭേദഗതി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം. വസ്തു 5 സെൻറ്റും 4 സെൻറ്റും ഒക്കെ വിട്ടുകൊടുത്തത്, ഈ വസ്തുവിൻ്റെ പ്രത്യേകത, ഈ വസ്തു ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തിൽ വഖഫ് ചെയ്ത് ആ ആൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിൻ്റെ മേൽ ഒരു ഇടപാട് നിലനിൽക്കില്ല, അത് സാധുവാകില്ല. ആ നിയമപരിഹാരം കൊണ്ടുവന്നത് 1995. അത് കൊണ്ടുവന്നത് എന്താണെന്നറിയുമോ? 1,25,000 ഏക്കർ സ്ഥലം അന്യാധീനപ്പെട്ടുവെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെ അന്യാധീനപ്പെട്ട RSSകാർ വന്ന് പിടിച്ചെടുത്തോണ്ട് പോയോ? അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. നമ്മൾ BJPക്കാർ വന്ന് പിടിച്ചെടുത്തോണ്ട് പോയോ? ഈ തുപ്പിയും തലയെക്കെട്ടും അള്ളാഹിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് ഈ രാജ്യം മുഴുവൻ ഈ മുതൽ സൂക്ഷിക്കാനിരിക്കുന്നവർ വിറ്റതാണ്. കേരളത്തിൻ്റെ വഖഫ് ബോർഡിലൊന്നും നടന്നിട്ടില്ലേ? എത്രയോ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പോഴും ചില രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും മറ്റുള്ളവരുടെ കയ്യിലുമായിരിക്കുന്നത്. ഇതെല്ലാം വഖഫ് വസ്തുക്കളാണ്. ഇപ്പോൾ ഈ നിയമം ഇല്ലെന്നിരിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കുക, ഈ വഖഫ് നിയമം എന്ന് പറയുന്ന ഒരു നിയമം, അല്ലെങ്കിൽ ഈ വഖഫ് വസ്തു കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ ഇത്ര അടിയായിരിക്കുമോ ഈ പള്ളിയിൽ ജമാഅത്ത് കമ്മിറ്റിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തുന്ന അടി? ഇപ്പോൾ ഒരു വഞ്ചിപ്പാട്ടയ്ക്ക് വേണ്ടി നടത്തുന്ന അടി എന്തുവാ? അപ്പോൾ വസ്തു വയ്ക്കാനുള്ള അധികാരവും കൂടെ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല കണ്ണായ സ്ഥലങ്ങളല്ലേ ഈ സ്ഥലങ്ങളൊക്കെ? ഈ റോഡിൽ കിടക്കുന്ന സ്ഥലമൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനൊക്കെ. അപ്പോൾ ഒരു കമ്മിറ്റി വെച്ച് പള്ളിയുടെ കുളം ശരിയാക്കുന്നതിന് 10 സെൻറ്റ് വിറ്റു, 5 സെൻറ്റ് വിറ്റു എന്നും പറഞ്ഞ് കച്ചവടം നടത്താൻ തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് അതാദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ 1-ാം പ്രതിയും എല്ലാ പ്രതിയും അവസാന പ്രതിയും എന്ന് പറയുന്നത് ഈ സമുദായമാണ്. ഈ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഈ സമുദായം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വർഷങ്ങളായി ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലെ ഈ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയതും രാജ്യത്ത് അന്യാധീനപ്പെട്ടു പോയതും മുസ്ലിങ്ങളെ കൊണ്ടാണ്. രണ്ടാമത് വലിയൊരു വിമർശനം നടത്തിയത് അബ്ദുള്ള കുട്ടിയാണ്. അബ്ദുള്ള കുട്ടി, അതിനുകൂടി ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞത് ഇത് എല്ലാവരും കാണേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ അബ്ദുള്ള കുട്ടിയൊക്കെ ഇവിടെ എടുത്ത് ഉദാഹരിക്കുന്നത്. അബ്ദുള്ള കുട്ടി ഈ വഖഫ് വസ്തുവിൽ എന്തായാലും കബറടങ്ങേണ്ട ഒരാളാണ്. അപ്പോൾ അബ്ദുള്ള കുട്ടി എൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. എന്നെക്കൊണ്ട് ഹറമിൽ പോയപ്പോൾ വിശുദ്ധ ഖുർആൻ വാങ്ങിച്ച് ഒരു നേർച്ചയായി അവിടെ കൊടുത്ത ആളാണ് അബ്ദുള്ള കുട്ടിക്ക. പിന്നെ അബ്ദുള്ള കുട്ടിക്ക മാറിയപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് മാറി. പക്ഷേ അബ്ദുള്ള കുട്ടിക്കയുടെ ഹൃദയത്തിൽ ഇപ്പോഴും അബ്ദുള്ള കുട്ടിക്ക നല്ലൊരു വിശ്വാസിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മാറിയാൽ ഇങ്ങനെ മാറുമെന്ന്. മാറിയാൽ എങ്ങനെ മാറുന്നതിൽ സംശയം വല്ലതും ഉണ്ടോ? ഒരു തബ്ലീഗ് ഉസ്താദ് ഒരു ദിവസം കഴിഞ്ഞ് മുജാഹിദായാൽ പിന്നെ പറയുന്നതിന് വല്ല അന്തവും കുന്തവും ഉണ്ടോ? ഒരു മുജാഹിദുകാരൻ പിറ്റേന്ന് സുന്നിയായാൽ പറയുന്നതിന് വല്ല മടിയുണ്ടോ? ഇന്നലകളിൽ വരെ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു സമുദായം പെട്ടെന്ന് മുജാഹിദായാൽ പിന്നെ ആ കാണുന്നതെല്ലാം മുശ്രിക്കാണെന്നും അത് മുഴുവൻ അമ്പലമാണെന്നും പറയാൻ ഒരു ഉസ്താദന്മാർക്കും ഇപ്പുറത്ത് ഇരിക്കുമ്പം പറയുന്നതല്ല അപ്പുറത്തോട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. അതെന്തായാലും അബ്ദുള്ള കുട്ടിയൊക്കെ മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം ചോദിച്ചല്ലേ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് പൊരുത്തം ചോദിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്ദുള്ള കുട്ടിക്കായും ഇതിനകത്തൊരു കക്ഷിയായി രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹവും പറഞ്ഞത് ഈ വഖഫ് സ്വത്തുക്കളുടെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന് ഏത് ഭേദഗതി കൊണ്ടുവരുമ്പോഴും നമ്മുടെ സമുദായത്തിൽ ഈ ഭേദഗതി കൊണ്ടുവരുന്നതിന് അനുസരണമായ ഒരു ന്യായം ഈ സമുദായം ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലുണ്ട്. പുത്തൻതെരുവിലെ പ്രബലമായ ഒരു ജമാഅത്ത്, ഈ കരുനാഗപ്പള്ളി താലൂക്കിൽ മാത്രമുള്ള പ്രബലമായ ഒരു ജമാഅത്തിൽ നിങ്ങൾക്കറിയുമോ, ഈ ഹൈവേക്ക് സ്ഥലം എടുക്കുമ്പോഴാണ് ആ ഏതാണ്ട് 10-70 സെൻറ്റ് സ്ഥലത്തിന് പ്രമാണം ഉണ്ടാക്കുന്നത്. ഭയങ്കര ജമാഅത്താ. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മൊത്തം എൻ്റെ തോളിലാണ് താങ്ങി വെച്ചുകൊണ്ടെന്ന് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളാൽ നയിക്കപ്പെടുന്ന ഉയർന്ന ജമാഅത്താ. ഈ കായംകുളത്തെ സേട്ടുവിൻ്റെ വാപ്പാ സേട്ടെങ്ങാണ്ട്
വഖഫ് ചെയ്ത വസ്തുവാണ് വാങ്ങിച്ചത്. അതിനൊരു പ്രമാണം ഉണ്ടാക്കിയില്ല. സ്വന്തം വീട്ടിലാണെങ്കിൽ ഉണ്ടാക്കാതിരിക്കുമോ പ്രിയപ്പെട്ട വിശ്വാസികളെ? സ്വന്തം വീട്ടിലാണെങ്കിൽ ഉണ്ടാക്കുമോ? വാപ്പ മരിക്കുന്നതിന് മുമ്പ്, വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പ്രമാണങ്ങൾ മുഴുവൻ എഴുതി വാങ്ങിച്ച് ഒപ്പിടിച്ച് മടിയിൽ വെച്ച് ഏതെങ്കിലും രജിസ്ട്രാറെ കൊണ്ടുവന്ന് കാണിച്ച് എഴുതിയേക്കുന്നതെല്ലാം ശരിയാണ്, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഇതാരെങ്കിലും റദ്ദ് ചെയ്യുമോ എന്ന് വരെ ചോദിക്കുന്ന ആളുകൾ പള്ളിയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ കരുതൽ കാണിക്കാറുണ്ടോ? ആ കരുതൽ കാണിക്കാറില്ല. എനിക്കറിയാം, ഈ ദേശീയപാത എടുക്കാനായിട്ട് അവർ പ്രമാണം ഹാജരാക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു പ്രമാണം വേണമെന്ന് കരുനാഗപ്പള്ളിയിലെ പ്രബലമായ ഒരു പള്ളിക്ക് തോന്നിയത്. അങ്ങനെ പോയി വല്ലച്ചാലും ഇത് തപ്പിക്കൊണ്ട് വന്നു. ആ സമയത്തെങ്ങാണ് ഇതിൻ്റെ അടിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹമോ 2 കമ്പോ കിട്ടി, അത് നമ്മുടെ KK മുഹമ്മദ് എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകൻ വന്ന് കണ്ടുപിടിച്ചേച്ച് ഇത് പുലിയംകുളങ്ങര അമ്പലത്തിലെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ഒത്തിരുന്നേനെ. ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെയ്യേണ്ട കാര്യം ഒരു സമുദായം ചെയ്യാതെ എങ്ങനെയാണ് ശരിയാവുക? ഇനി ഈ സ്റ്റാൻലി ദേവൻ എന്ന് പറഞ്ഞ ക്രിസംഗി അല്ലെങ്കിൽ ക്രിസംഗികളായ ആളുകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പടച്ചുവിടുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ചിലത് പറയുന്നത് എന്താണെന്നറിയോ? വഖഫ് ബോർഡിൻ്റെ വസ്തു. ഈ സ്റ്റാൻലി ദേവൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടോന്നറിഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ മുസ്ലിം അല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് എനിക്ക് ഈ വീഡിയോ ക്ലിപ്പ് അയച്ചു തരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇതിനൊരു മറുപടി പറയണം. ഇത് വ്യാപകമായി ഈ എന്താ പറയുന്നത് ക്രൈസ്തവ സഹോദരന്മാരുടെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുകയാണ്. നമ്മുടെ ആളുകൾക്കൊന്നും ഇതിന് നേരമില്ല. നമ്മുടെ ആളുകൾ ഇപ്പോഴും ഈ കൈ എവിടെ വെച്ച് കെട്ടണം, താടി എവിടെ വെച്ച് കെട്ടണം, പിന്നെ എന്താവില്ല അവിടുത്തെ വലിയ വിവാഹിക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിൽ തെരുവുകൾ തോറും തർക്കങ്ങളും കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കിട്ടുന്നവൻ്റെ ജാതിയും മതവും തപ്പി അതിൻ്റെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുക. സമുദായത്തിൻ്റെ ഈ അരവരെ താഴ്ന്നു, ചെളിയിൽ താഴ്ന്ന പോലെ. ഇനി ഏതാണ്ട് ഒരു തലപ്പ് മാത്രമേ ഉള്ളൂ മേളിൽ. എന്നിട്ടും ആ തലപ്പ് ഉപയോഗിച്ച് പുറത്തു നിന്ന് ഇത്തരം സംഗതികൾ നടത്തുക. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപുസ്തകം തലയിലെങ്ങാണം വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടുള്ളതല്ലാത്ത, യാതൊരു ബോധവുമില്ലാത്ത ഒരാൾ നടത്തിയ പ്രസംഗത്തിന് ഈ പറഞ്ഞതുപോലെ മറുപടി പറയേണ്ടി വരുന്നത്. നമസ്കാരം, എൻ്റെ പേര് സ്റ്റാലിൻ ദേവൻ. ഞാനൊരു 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിലെ സേവനം കഴിഞ്ഞിട്ട് 2006 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്നും അണ്ടർ സെക്രട്ടറി ആയിട്ട് 2021 പെൻഷൻ ആയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിയമമാണ്. നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും അതിനൊരു ഭരണഘടനയുണ്ടെന്നും അതിൽ പറയുന്ന മൗലികാവകാശങ്ങൾ നമുക്ക് ലഭിക്കും എന്നും ഒക്കെ കരുതിയാണ് നമ്മൾ ഈ കാലഘട്ടം വരെ ജീവിച്ചു വന്നത്. എന്നാൽ അടുത്ത കാലങ്ങളിലായി വളരെ അലാമിംഗ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ TV-യിലും വാർത്തകളിലൊക്കെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ 6 വില്ലേജുകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. താജ്മഹൽ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. മധ്യപ്രദേശിലെ കുറേ കോട്ടകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. ഗുജറാത്തിലെ 2 ഐലൻഡുകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ചേറായിയിൽ 610ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം വഖഫ് ബോർഡ് ഏറ്റെടുത്തു. ഇവൻ അംബാനിയുടെ വീട് ഏറ്റെടുത്തു. അങ്ങനെ വളരെ അലാമിംഗ് ആയിട്ട് ഇതെങ്ങനെ ഇത് സ്വന്തമായിട്ട് ഇങ്ങനെയാണ് ഒരാൾക്ക് വന്ന് ഏറ്റെടുക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കിത് എന്താണ് ഈ വഖഫ്. ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഞാൻ വഖഫ് എന്ന് കേട്ടിട്ടുണ്ട്, വഖഫ് ബോർഡെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവൻ നോൺ മുസ്ലിമായിട്ട് ഇന്ത്യയിലുള്ള ആർക്കും തന്നെ ഇതറിയില്ല. കാരണം ഇത് അറിയേണ്ട ആവശ്യമില്ല. എല്ലാവരും വിചാരിച്ചെങ്കിൽ ഇത് മുസ്ലിം മതത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമല്ലേ, നമ്മളെന്തിനാണ് അറിയുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ എന്താണ് ഈ വഖഫ് എന്നും വഖഫ് ബോർഡും ഒക്കെ അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിത് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് യൂണിലാറ്ററലായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വഖഫ് ബോർഡ് അറ്റ് വിൽ ആരുടെയും സ്വത്തുവകൾ ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റിൻ്റെ വസ്തുവകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, എങ്ങനെ ക്ലെയിം ഉന്നയിക്കുന്നു എന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വഖഫ് എന്താണെന്നും വഖഫ് ആക്ട് എന്താണെന്നും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതും എന്നും അത് എങ്ങനെയൊക്കെയാണ് ഭരണഘടന ഒരു പൗരന് വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതെന്നും മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ആർക്കും എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു അറ്റാക്കാണ്.
വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഏത് സമയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരും സേഫ് അല്ല. അദ്ദേഹം പറയുന്നത് ഈ വഖഫ് ആക്ട് നിലവിൽ വന്നല്ലോ, ആ വഖഫ് ആക്ട് നിലവിൽ വന്നപ്പോൾ ആ നിലവിൽ വന്നതിന് ശേഷം 1995 ഒരു വലിയ പരിഷ്കരണം കൊണ്ടുവന്നു. ആ പരിഷ്കരണത്തോടുകൂടി ഭയങ്കരമായി ഏത് സ്ഥലവും ഏത് സ്വത്തും ആരുടെയും നോട്ടീസ് കൊടുത്തും കൊടുക്കാതെയും ഒക്കെ പിടിച്ചെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിന് നൽകി എന്ന് പറയുന്ന പച്ചക്കള്ളമാണ് ഈ സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന ഈ കൃസംഗിയായ നിയമത്തിൽ യാതൊരു വിവരവുമില്ലാത്ത, അടിസ്ഥാന വിവരവും പോലും ഇല്ലാത്ത ഇയാൾ പറയുന്നത്. ഈ 1995 പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ പേരൊന്ന് വായിക്കാം. PC ചാക്കോ, KV തോമസ്, PC തോമസ്, KM മാത്യു, TJ ആഞ്ചലോസ്, PJ കുര്യൻ, A ചാൾസ്. ഇത്രയും MP-മാർ 2, 4, 6, 7 ക്രൈസ്തവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് പാർലമെൻറ്റിലുള്ളത്. അന്ന് നരസിംഹറാവുവാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി. വെറും 220 സീറ്റ് മാത്രമേ ഉള്ളൂ. അന്ന് പ്രതിപക്ഷ നിരയിൽ അദ്വാനി ഏതാണ്ട് 120 സീറ്റുമായി ശക്തമായുണ്ട്. മുസ്ലിങ്ങൾക്ക് അന്ന് പാർലമെൻറ്റിലുള്ളത് 2 പേരാണ്. ഒന്ന് E അഹമ്മദും പിന്നൊന്ന് സുലൈമാൻ സേട്ടും. ഈ 1995 ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. ഇയാൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വലിയ ശക്തമായിരുന്ന കാലത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാവരും കൂടി ശക്തമായി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ 1995 ഒരു വലിയ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയോടുകൂടി വഖഫ് ബോർഡ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും കവച്ചു വെക്കുന്ന, ആരുടെയും വസ്തുക്കൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബോർഡായെന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ ഇയാളൊരു ന്യായമായ രീതിയിൽ അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ള ഒരു സാമാന്യ ചിന്ത ഇയാൾക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? ഇയാൾ എന്തിനാണ് ഈ ക്രൈസ്തവ ഹൈന്ദവ സഹോദരന്മാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ 1995 സർക്കാരിൽ ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ AK ആൻ്റണി രാജ്യസഭയിൽ അടക്കമുള്ള ഈ കാലത്ത് പ്രബലമായ വകുപ്പുകളും മന്ത്രിമാരും എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ക്രൈസ്തവ സമുദായത്തിലെ നേതാക്കളാണ്. ഇന്നൊരു മനുഷ്യൻ്റെ ഓർമ്മദിനം കൂടിയാണ്, സാക്ഷാൽ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ. ഞാൻ അന്നത്തെ പത്രം ഒന്നെടുത്ത് നോക്കി. അന്ന് മലയാളത്തിലെ പല പത്രങ്ങളും ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് കോയ മന്ത്രിസഭ നിലവിൽ വന്നു, കോയ മന്ത്രിസഭ നിലവിൽ വന്നു എന്ന്. വേണമെങ്കിൽ അത് അഭിമാനപൂർവ്വം എഴുതിയാണെന്നറിയാം, പക്ഷേ അതിനകത്തൊരു ആക്കും ഊക്കും ഉണ്ടെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന സംഗതിയാണ്. ആകെ അത്രയും നാളെ ഈ സമുദായത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കാലത്തും ഇത് ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ബാക്കി സമുദായത്തിൽപ്പെട്ടവരാരും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആവുമ്പോൾ ഈ സമുദായം ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല. ആൻ്റണിയുടെ കാര്യത്തിലും പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടില്ല, പിന്നെ VS-ൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടില്ല, കരുണാകരൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടില്ല, ആരുടെ കാര്യത്തിലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കള്ളം പറയുന്ന ഈ സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന ആൾ പറയുന്നത് ഇത് വലിയ ഭീകരമായി ഈ സംഗതി പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഇനി വഖഫ് ബോർഡിൻ്റെ നടപടിക്രമം എന്താ? ഞാൻ ഈ സമൂഹം അറിയാൻ വേണ്ടി പറയാം. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിലേക്ക് ആരെങ്കിലും ഒരാൾ ഒരു വഖഫ് വസ്തുവാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ വന്നാൽ ആ ബോർഡ് കൂടിയിട്ട് ആ ബോർഡ് അതിൻ്റെ CEO-യെ ചുമതലപ്പെടുത്തും. CEO എന്ത് ചെയ്യണം? ഇതിൽ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം, അവർക്ക് നാച്ചുറൽ ഹിയറിങ്ങിനുള്ള സമയം കൊടുക്കണം, അത് കൊടുക്കും. അങ്ങനെ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം യാതൊരു തർക്കവുമില്ലെന്ന് തോന്നുന്നെങ്കിൽ മാത്രമാണ് ഒരു വഖഫ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഇയാൾ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? നേരം വെളുക്കുമ്പോൾ ഇങ്ങോട്ട് വഖഫ് ബോർഡ് വരുന്നു, നമ്മുടെ വസ്തു എല്ലാം വഖഫിൻ്റേതാണെന്ന് പറയുന്നു, അങ്ങ് പിടിച്ചോണ്ട് പോയി. അംബാനിയുടേതാ പിടിച്ചോണ്ട് പോയി. അംബാനിയുടെയൊക്കെ കഥയുണ്ട് പറയാൻ. അത് കള്ളമാണ് പറയുന്നത്, അത് പച്ചക്കള്ളമാണ് പറയുന്നത്. പക്ഷേ ഒരു സങ്കടം എന്താണെന്നറിയോ? അത് പച്ചക്കള്ളമാണെന്ന് പറയാൻ പോലും ഒരാൾ ഈ സമുദായത്തിൽ ഇല്ലാതാകുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ വിഷമം. നമ്മളെല്ലാം തിരക്കില്ല, നമ്മളെല്ലാം ഈ സംഘടനകൾ തിരിഞ്ഞ് കപ്പലണ്ടി വറുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോരുത്തർ കുടുക്കയിലിട്ട് കുലുക്കി കൊണ്ടുപോകാൻ. എന്നിട്ട് എന്തിനാണെന്നറിയോ? നമ്മൾ ഈ യോഗവും പൊതുയോഗവും ജാഥയും ഒക്കെ നടത്തുമ്പം വഖഫ് സംരക്ഷണത്തിനായുള്ള മഹാറാലി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സമുദായം പണിയെല്ലാം നിർത്തി അസർ മുതൽ കുളിച്ചേച്ച് ഇതിനു വേണ്ടി രംഗത്തിറങ്ങും. അല്ല, അതിലൊന്നും ചെയ്യാനല്ല. അപ്പോൾ അങ്ങനെ CEO പരിശോധിച്ച് ഒരു ഓർഡർ ആക്കിയാൽ ഏതാണ്ട് 60 ദിവസക്കാലം ആ ഓർഡറിൻ്റെ മേൽ ഒരു നടപടിയെടുക്കില്ല. സുജാത സാറ് തിരുത്തണമെങ്കിൽ തിരുത്തണം, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചതെന്ന് പറയാം, ഞാനിതിൽ ബന്ധപ്പെട്ട ഒരാളല്ല. ശേഷം ട്രൈബ്യൂണലിൽ പോകാൻ അയാൾക്ക് അവസരം കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലാവധി കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ജില്ലാ കളക്ടർക്ക് ഓർഡർ പാസ്സാക്കാനായി കൊടുത്തിട്ട് റവന്യൂ നിയമപ്രകാരമാണ് ഈ സ്ഥലം എടുക്കുന്നത്. അല്ലാതെ വഖഫ് ബോർഡിന് ആരുടെയും ഒരു സ്ഥലവും ഒരു രേഖയും ഒന്നുമില്ലാതെ പോയി പിടിക്കാനോ എടുക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷേ ഈ കള്ളൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്നറിയോ?
എല്ലാവരുടെയും വസ്തു അങ്ങ് പിടിക്കും. ഇത് കേട്ടാൽ ആളുകൾക്ക് തോന്നൂലേ? പിന്നെ നമ്മുടെ ജലീലൊക്കെ പറയുന്ന പോലെ ഓരോരുത്തർ പറയും റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ നമ്മളാണ് എന്ന് പറയുമ്പോൾ നമ്മളേതാണ്ടത് ഇതെന്തുവാ നമ്മളെ യഥാർത്ഥത്തിൽ എന്തുവാ? എവിടെയൊക്കെയോ ഇച്ചിരിച്ച സ്ഥലമൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അതിനപ്പുറത്ത് നമ്മളെന്താ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയാണ് ഈ സ്ഥലം പിടിച്ചെടുക്കുന്നത്. പിന്നെ അയാൾ ആ വീഡിയോയിൽ പറയുന്നത് ട്രൈബ്യൂണലിനെ കുറിച്ചാണ്. വേറൊന്നിലുമില്ലാത്ത പോലെ സവിശേഷമായ ഒരു ട്രൈബ്യൂണൽ ഈ വഖഫിന് അനുവദിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ന്യായമൊക്കെ ഈ കൃസംഗികളായ ചിലരൊക്കെ ഉയർത്തിവിടുന്നത് എന്തിനാണെന്നറിയോ? ഈ മുസ്ലിം സമുദായം ആർജവത്തോടെ അധ്വാനിച്ച് കൈവശം വെച്ച വസ്തു പടച്ചതമ്പുരാന് വേണ്ടിയുള്ള തൃപ്തിക്ക് വേണ്ടി കൈമാറിയതിനപ്പുറത്ത് ഒരു ഭരണകൂടത്തിനും ഒരു ശക്തികൾക്കും ഒരു വിദേശ ശക്തികൾക്കും വിടുപണി ചെയ്ത് 50, 100, 101 വർഷത്തേക്ക് എഴുതി വാങ്ങിച്ച ഒരു കുത്തകപ്പാട്ടവും ഈ സമുദായത്തിൻ്റെ കയ്യിലില്ല. എന്നാൽ അങ്ങനെ ഉള്ളത് ചിലതൊക്കെ ഒന്ന് മൂടി വെക്കണമെങ്കിൽ ഇത്തരം ചില ന്യായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രൈബ്യൂണലിൻ്റെ കാര്യം പറയുന്നത്. എന്താ ട്രൈബ്യൂണൽ? അതിനകത്ത് ഈ പറയുന്ന സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന ആൾ പറയാണ് ട്രൈബ്യൂണലിനകത്ത് കുറച്ച് മുല്ലാക്കന്മാർ, ഉസ്താദന്മാർ. എന്താ ട്രൈബ്യൂണൽ? ഈ ട്രൈബ്യൂണലിലുള്ള 3 അംഗങ്ങളിൽ ഒരാൾ ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത ആളായിരിക്കണം. നിങ്ങൾക്കറിയോ ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഇതുവരെ വന്ന 2 ജഡ്ജിമാർ, ഒന്ന് ഇപ്പോൾ ഇരിക്കുന്നത് രാജൻ തട്ടിൽ സാറാണ്. മുസ്ലിമാ? രാജൻ തട്ടിൽ മൗലവിയ? അല്ലെങ്കിൽ അൽ ഹാഫിസ് രാജൻ തട്ടിൽ ജൗഹരി ആണോ? അല്ല, ജില്ലാ ജഡ്ജിയാ. ഇതിന് മുമ്പിരുന്ന ആൾ സോമൻ സാറാ. അയാൾ മുസ്ലിം അല്ല. ഈ ട്രൈബ്യൂണലിൽ അങ്ങനെ മുസ്ലിമായ ജഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ രണ്ടാമത് വേണ്ട ഒരാളെന്താണ്? മുസ്ലിം ലോയിൽ പ്രാവീണ്യമുള്ള ഒരാൾ. അതും നിങ്ങൾ നോക്കണം. ആ പ്രൊവിഷനിലും മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടില്ല. മുസ്ലിം ലോയെക്കുറിച്ചുള്ള ധാരണ വേണമെന്നേ ഉള്ളൂ. പിന്നെ പലപ്പോഴും ഈ മുസ്ലിമായ ആൾ വരുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ തർക്കങ്ങൾ മുഴുവൻ മുജാഹിദും സുന്നിയും തബ്ലീഗും അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. അപ്പോൾ വേറൊരു ജാതിക്കാരൻ വന്നിരുന്നാൽ അന്തം വിട്ടിരിക്കും. നമ്മുടെ കരുനാപ്പള്ളി ഒരു മജിസ്ട്രേറ്റ് അന്തം വിട്ടിരുന്ന പോലെ. അതായത് നമ്മുടെ ഈ കരുനാപ്പള്ളി ജമാഅത്തിൽ തന്നെ ഒരു പള്ളിയിൽ ഒരു രാവ് ഒരു കുടുംബത്തിൻ്റെ ആയിരുന്നു. ആ രാവിൻ്റെ അന്ന് ആ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ മരിച്ചപ്പം വേറൊരു കുടുംബത്തിന് കൊടുത്തു. അടുത്ത കൊല്ലമായപ്പോൾ ആ രാവ് തിരിച്ചു കൊടുക്കുന്നില്ല. കരുനാപ്പള്ളി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കേസിന് വന്നു. പുള്ളി ഇതിട്ടെല്ലാം പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല. 17 രാവ് 1-ാം രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവസാനം ഇബ്രാഹിം കുട്ടി വക്കീലിനെയോ 2 ഊസു വക്കീലിനെയൊക്കെ വിളിച്ചേച്ച് ചോദിച്ച് അങ്ങനെ ഇതിന് പ്രത്യേകതയുണ്ടോ? എല്ലാം അങ്ങ് അള്ളാഹുവിലേക്ക് മേളിലേക്കല്ലയോ? അപ്പോൾ ആ പുള്ളിയുടെ ഈമാൻ പോലും ഈ നമ്മുടെ ആളുകൾക്കില്ല. അപ്പോൾ ഇതൊക്കെ തിരിയണമെങ്കിൽ ഞാൻ ഒരിക്കൽ PV അൻവർ MLA യോട് ചോദിച്ചു, നിങ്ങൾ വഖഫ് ബോർഡ് മെമ്പറായാലും ചോദിച്ചാൽ പറഞ്ഞു അള്ളാഹുവെ ഞാൻ 2 മീറ്റിങ്ങിനെ പോയുള്ളൂ, പിന്നെ ഞാൻ രാജിവെച്ചേച്ച് പോരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറയാം 2 തൊപ്പിയും താടിയുള്ള ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അള്ളാണെ ഞങ്ങളുടെയാന്നേ എന്ന് പറയുന്നത്. എന്തായാലും അന്നേരം ഒരാൾ പറയുന്ന കള്ളവാന്നേ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പറയുന്നില്ല ഒരു മുസ്ലിം ആൾ വേണമെന്ന്. മൂന്നാമത്തത് ഞാൻ നിർത്തുക. മൂന്നാമത്തത് ADM റാങ്കിൽ കുറയാത്തൊരാൾ, അവിടെയും പറയുന്നില്ല മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണലിൽ അതിൻ്റെ ഒരു പ്രൊവിഷനിലും ഈ പറയുന്ന മുസ്ലിമായ ആളായിരിക്കണം ജഡ്ജി എന്നോ മുസ്ലിമായ ആളായിരിക്കണോ അവിടെ മെമ്പറെന്നോ മുസ്ലിമായ ആളായിരിക്കണമെന്നോ ഈ 3 പേരുടെ കാര്യത്തിലും വഖഫ് ആക്ട് പറയുന്നതേ ഇല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ട്. ദേവസ്വം ബോർഡ് മെമ്പർമാരെ നിയമസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കാറുണ്ട്. ആ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് പാർട്ടിയിലെ ആയാലും ഹിന്ദുമത വിശ്വാസിയാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ആളിനെ മാത്രമേ ഹിന്ദുക്കളായ MLA മാർ വോട്ട് ചെയ്ത് അതിലേക്ക് ജയിപ്പിച്ചു വിടുകയുള്ളൂ. അത് തെറ്റൊന്നുമല്ല. കാരണം ഹിന്ദുമത വിശ്വാസത്തിലുള്ളതാണ് ദേവസ്വം പ്രോപ്പർട്ടി. ആ ദേവസ്വം പ്രോപ്പർട്ടി സംരക്ഷിക്കണമെങ്കിൽ അത് വേണം. എന്നാൽ പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും ആവശ്യപ്പെട്ടുകൂടെ? വഖഫ് ബോർഡ് പോലെ ഞങ്ങൾക്കും ഒരു ബോർഡ് വേണം. അത് ആവശ്യപ്പെടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഈ വസ്തു കച്ചവടമൊന്നും ഗംഭീരമായിട്ട് നടക്കത്തില്ല. ഇതിനെല്ലാം കണക്ക് വരും. മറിച്ച് വിൽക്കാനും തിരിച്ചു വിൽക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ കാര്യം? നമ്മളില്ല സാധാരണ പറയല്ലോ, എൻ്റെ ഭാര്യയെ പ്രസവിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല, അപ്പുറത്തവൻ്റെ ഭാര്യ മച്ചിയായിരിക്കണേ എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ ഒരാവശ്യം പറയാൻ പാടില്ലാത്തതാണ്. ക്രൈസ്തവ മതവിശ്വാസികൾക്കുമാകാം ഒരു വഖഫ് ബോർഡ്. അവർ വഖഫ് ബോർഡ് പോലെ തന്നെ അവർ ആവശ്യപ്പെടുക കാനോൻ ലാ വെച്ചിട്ട് ഒരു സംഗതി വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വഖഫ് ട്രൈബ്യൂണൽ എന്തൊക്കെയോ ആണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നത്. ഇന്നായി കിടക്കുന്നത് അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, അസ്റ്റാലിയ എന്ന് പറയുന്ന സാക്ഷാൽ നമ്മുടെ മുകേഷ് അംബാനിയുടെ സ്ഥലം, അത് വഖഫാണെന്ന് ഒരു ദിവസം രാവിലെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്.
അതിൻ്റെ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ മുകേഷ് അംബാനിയുടെ സ്ഥലം കുരുമ്പോയി ഇബ്രാഹിം ഖോജ യത്തീംഖാന എന്ന് പറയുന്ന ഒരു യത്തീംഖാനയ്ക്ക് ബോംബെയിലുള്ള വിശ്വാസിയായ ഇസ്ലാം മത വിശ്വാസിയായ ഒരാൾ വഖഫ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ആ യത്തീംഖാനയുടെ പേര് കുരുമ്പോയി ഇബ്രാഹിം ഖോജ യത്തീംഖാന. ഇതിന് ഈ സ്ഥലം ജൂലൈയിൽ 2009 ജൂലൈയിലോ മറ്റോ ആണ് 210 മില്യൺ രൂപയ്ക്ക് അംബാനിയുടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ വിലയ്ക്ക് വാങ്ങി. യഥാർത്ഥത്തിൽ അന്നത്തെ ബോംബെയിലെ വസ്തുവില എന്ന് പറയുന്നത് 1.5 മില്യണാണ്. ആ സമയത്താണ് 210 ബില്യണ് ഈ സ്ഥലം ഈ ഹോജ യത്തീംഖാന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമുദായത്തിനെ പോലെ പ്രഗത്ഭരായ കച്ചവടക്കാർ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ഇരിക്കുന്ന ഇക്കാലത്ത് കള്ളം പറയുക. 50,000 രൂപയുടെ വസ്തു എനിക്കറിയാം 50,000 രൂപ സെൻറ്റിന് വാങ്ങിച്ചതിന്. അള്ളാഹുവിന്റെ റസൂലിനാണ് 5 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ മഗ്‌രിബ് ബാങ്ക് വിളിക്കുവാന്ന് കണ്ടോ? അള്ളാഹു അത് സമ്മതിച്ചു. ഇങ്ങനെ കള്ളം പറയുന്ന ഒരു സമുദായമായി ഈ സമുദായം. അതുകൂടെ കൂടി നമ്മൾ ഉൾക്കൊള്ളണം ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വഖഫ് നിയമം ഉണ്ടാക്കി രക്ഷപ്പെടുത്തിയത് RSSകാരിൽ നിന്നും BJPക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ കൂടിയല്ല. അപ്പോൾ പിന്നെ ചോദിക്കും RSSനും BJPക്കും എന്താ ഇപ്പോൾ താല്പര്യം എന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമാണ്. എന്താണെന്നറിയോ? ഈ വഖഫ് ചെയ്ത പ്രോപ്പർട്ടി ഒറിജിനലി വഖഫ് ആണെങ്കിൽ എത്ര കൈമാറ്റം നടന്നാലും അത് അസാധുവാണ്. ഇപ്പം പഞ്ചാബിലും ബീഹാറിലുമൊക്കെ ഉള്ള BJPക്ക് താല്പര്യമുള്ള ഒരുപാട് കച്ചവടക്കാരുടെ പ്രോപ്പർട്ടിയും സർക്കാർ ബിൽഡിങ്ങും എല്ലാം ഈ വഖഫ് ഭൂമിയിലാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ഇത് റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ എന്നും ഈ വഖഫ് ക്ലെയിം ഇതിൽ നിലനിൽക്കും. അപ്പോൾ ഈ ഖോജ യത്തീംഖാനയ്ക്ക് വേണ്ടി ഈ എടുത്ത സ്ഥലം അത് ആർക്ക് മരിച്ചു വിട്ടു? അസ്റ്റാലിയ എന്ന് പറയുന്ന അംബാനിയുടെ വീട് വെക്കുന്നവർക്ക് മറിച്ചു വിറ്റു. പരലോകത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി ആയിരിക്കത്തില്ലല്ലോ ഇത് ഈ പറയുന്ന അംബാനിക്ക് വിറ്റത്. പിന്നെ നമ്മുടെ നാട്ടിൽ 5 നേരവും പള്ളിയിൽ കാണുന്നവർ ഇതുപോലത്തെ കച്ചവടക്കാരാണെങ്കിൽ ബീഹാറിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മഹാരാഷ്ട്രയിലുമൊക്കെ പള്ളിയിൽ പോലും വരാത്ത ആളുകൾ ഇതിൻ്റെ എത്രയോ ഇരട്ടി കച്ചവടക്കാരായിരിക്കും. ഇത് പരിശോധിച്ച് ചെന്നപ്പോൾ അംബാനിയുടെ സ്ഥലം വഖഫാണ്, ക്ലിയറാണ്. അതിൻ്റെ മേൽ മുംബൈ വഖഫ് CEO അയാളുടെ പേരും വളരെ വിചിത്രമാണ്. അതുകൊണ്ട് ഞാൻ ആ പേരും കുറിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് എന്താ പറയുന്നത് സന്ദേശ് മിത്ര എന്നും കണ്ട. ഹീസ് നോട്ട് എ മുസ്ലിം. മുസ്ലിം ആവണമെന്നില്ല. CEO എല്ലാ സ്ഥലത്തും മുസ്ലിം ആവണമെന്നില്ല. നിയമം നോക്കിയാൽ മതി. അവരിതിന് ക്ലെയിം ഉപയോഗിച്ചു. ഈ ക്ലെയിമാണ് തർക്കത്തിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തുവാ, അംബാനി വെച്ച വീടും താണ്ട വഖഫ് ബോർഡാന്ന് പറഞ്ഞു. അപ്പോൾ ഒറിജിനലി ഇത് വഖഫാണ്, അതിൻ്റെ രേഖകളുണ്ട്, എല്ലാം ഉണ്ട്. ചെറായിലെ കഥ എന്താ? ചെറായിൽ 400 ഏക്കർ സ്ഥലം ഒരു വിശ്വാസിയായ ആൾ ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്തു. ഫറൂഖ് കോളേജ് കോഴിക്കോടാണ് കിടക്കുന്നത്. അപ്പോൾ ആ പ്രമാണത്തിലുണ്ട് അത്രേ വഖഫ് ചെയ്യുന്നത് കൂടാതെ വിൽക്കാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. വഖഫ് ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞുള്ള ഒരു കൈമാറ്റത്തിന് നിങ്ങൾ എന്താ പ്രമാണത്തിൽ എഴുതി വെച്ചാലും അതിന് സാധുതയില്ല. വഖഫ് ഈസ് വഖഫ്. ആ പ്രൊവിഷൻ ഉപയോഗിച്ച് ആര് വിറ്റു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന നമ്മൾ തന്നെ വിറ്റു എന്നപ്പോൾ തർക്കം വന്നപ്പോൾ എന്ത് ചെയ്തു? ഫറൂഖ് കോളേജ് അഡ്വക്കേറ്റ് പോൾ എന്ന് പറയുന്ന ഒരാളിനെ രജിസ്ട്രാറായിട്ട് വെച്ചു. അഡ്വക്കേറ്റ് പോൾ. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ സമുദായത്തിൽ അഡ്വക്കേറ്റ് സൈനുദ്ദീൻ കുഞ്ഞും അഡ്വക്കേറ്റ് ജമാലുദ്ദീൻ കുഞ്ഞും ഒക്കെ ഇല്ലയെന്ന്. അതിനേക്കാൾ വിശ്വാസം നമുക്കെപ്പോഴും മറ്റ് സമുദായക്കാരെ ആയിരുന്നല്ലോ എല്ലാ കാലത്തും. പോളിനെ വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് പോൾ ഇത് വിറ്റപ്പോൾ ആർക്ക് വിറ്റ് കാണും? പോളിൻ്റെ ബന്ധുക്കൾക്കും ഇഷ്ടപ്പെട്ടവർക്കും വിറ്റ് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ഈ 400 ഏക്കർ സ്ഥലത്ത് ക്രൈസ്തവ മതവിശ്വാസികളായ പാവങ്ങൾ വിലയ്ക്ക് വസ്തു വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് പരിശോധിക്കുമ്പോൾ എവിടെ കിടക്കുക? വഖഫിൽ കിടക്കുക. ഇതാണ് ചെറായിലെ സംഭവം. ഈ കേരളത്തിലെ വഖഫ് ബോർഡ് ഉണ്ടായി. ഞാൻ ഈ കേൾക്കുന്ന ഈ പറഞ്ഞ സ്റ്റാൻലി ദേവൻ എന്ന കൃസംഗി അടക്കമുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ വഖഫ് ബോർഡ് ആകപ്പാട് റിക്കവർ ചെയ്ത സ്ഥലത്തിൻ്റെ അളവ് 70 സെൻറ്റ് സ്ഥലമാണ്. 70 സെൻറ്റ്. ഇതിനകത്ത് പറയുന്നല്ലോ എല്ലാവരുടെയും പിടിച്ചെടുക്കും, മൊത്തം ഞങ്ങളിഞ്ഞ് പിടിച്ചെടുക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. പുനലൂരിലൊരു ഹനഫി പള്ളിയുണ്ട്. ആ പള്ളിയുടെ മയ്യത്തടക്കുന്ന ഖബർസ്ഥാൻ്റെ നടുവിലൂടെ 3 സെൻറ്റ് സ്ഥലം തൊട്ടടുത്ത ക്രൈസ്തവ പള്ളിയിലെ സെമിത്തേരിയിലേക്ക് പോകാൻ വേണ്ടി ഈ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ആ ജമാഅത്ത് കമ്മിറ്റി കൊടുത്തതാണ്. അത് വഖഫ് ബോർഡിൻ്റെ പരിഗണനയിലുണ്ട്. പക്ഷേ വഖഫ് ബോർഡ് ആ വിഷയത്തിൽ ഒരു നടപടിയായിട്ട് പോയില്ല. പോകണമെന്ന് നമുക്കും അഭിപ്രായമില്ല.
പിന്നെ ഈ കാശൊന്നും ജലീലൊക്കെ പറഞ്ഞതുപോലെ വിറ്റ് ഈ സമുദായത്തിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊന്നുമല്ല. അത് അള്ള ദൈനംദിനം നിങ്ങൾക്ക് തരുന്നതിനകത്തുനിന്ന് കൊടുക്കണം. പള്ളിയുടെ വസ്തുവൊന്നും വിറ്റ് അള്ള ഈ മരിച്ചുപോയവരെല്ലാം പട്ടിണി കിടന്ന് മരിച്ച ഈ വസ്തു എല്ലാം ഇവിടെ കിടക്കുന്നതിന് പിന്നെ വഖഫ് വസ്തു വിറ്റ് ആർക്കും അരിയും ആഹാരവും ഒന്നും ഇപ്പം ചുറ്റുമൂലയിൽ ന്യായമായിട്ട് 2-3 പേര് വിചാരിച്ചാൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന കോടീശ്വരന്മാരുണ്ട്. ഒരുപാട് ആളുകൾ നമ്മൾ ഈ കാണുന്ന ഈ ബേളം വെക്കുന്ന നമ്മളൊക്കെ ആ കാശുകാരെന്ന് വിചാരിക്കും. വെറും കൈലിയൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മടി അഴിച്ചിട്ടാൽ കാണും 5-6 കോടി രൂപ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് കൊടുത്താൽ മതി. അല്ലാതെ ചുറ്റുമൂല പള്ളിയുടെ വസ്തു വിറ്റ് അവിടെ പട്ടിണി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആളുകളെ തീറ്റാനാന്നും പറഞ്ഞ് ഈ പള്ളികളുടെ സ്ഥലം മൊത്തം വിറ്റേനെ. ആര് വിറ്റേനെ? ഈ സമുദായത്തിലെ കച്ചവടക്കാർ വിറ്റേനെ. ഈ സമുദായത്തിനെ പോലെ ധൈര്യമുള്ള കച്ചവടക്കാർ വേറെ ഏത് സമുദായത്തിലുണ്ട്? 50 രൂപയുടെ പോക്കില്ലാത്തവനും 50 ലക്ഷം രൂപയുടെ ഒരു വസ്തുവിന് കൊണ്ട് എന്ന് 5000 രൂപ കൊടുത്തേച്ച് പിന്നെ കിടന്നങ്ങ് ഓടുമല്ലയോ ആളുകളെ പിടിക്കാൻ, ഇത് മറിച്ച് കണ്ടിച്ച് മുറിച്ച് അതിൻ്റെ നടുക്കൂടെ വിടാൻ. അപ്പോൾ ഈ വഖഫ് വസ്തു സ്വതന്ത്രമായിട്ട് കൊടുത്തായിരുന്നെങ്കിലോ? അപ്പം ഞാൻ പറഞ്ഞത് ചെറായിലെ കേസ് ഇതാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ഈ സദസ്സിൽ കേൾക്കുന്നവരും സദസ്സിന് പുറത്ത് കേൾക്കുന്നവരും ഓർക്കേണ്ടത്, ഇത് മുസ്ലിങ്ങൾക്ക് അനാവശ്യമായി എന്തെങ്കിലും പിടിച്ചെടുക്കാനോ തകർക്കാനോ സ്വന്തമാക്കാനോ അല്ല, അർഹമായത് നഷ്ടപ്പെടാതിരിക്കാനും അന്തസ്സോടെ ജീവിക്കാനും അള്ളാഹുവിൻ്റെ നാമത്തിൽ വിശ്വാസികൾ നൽകിയ സ്വത്തുക്കൾ സൂക്ഷിക്കാനും വേണ്ടി മാത്രമാണ്. ഭേദഗതിയെ സംബന്ധിച്ചൊക്കെ സാറ് വിശദമായി പറയും. എൻ്റെ അത്രയും കട്ടിക്ക് ജമാഅത്ത് ഇസ്ലാമി ആയതുകൊണ്ട് സുജാത സാറിന് പറയാനും ഒക്കത്തില്ല. ബാക്കി സംഘടന പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോൾ. എനിക്ക് സംഘടനയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും പിരിഞ്ഞും ഏത് വാക്കിനും എനിക്ക് വെട്ടാം. നല്ല ധൈര്യമായിട്ട് വെട്ടാം. ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.